ഷഫീദ് റാവുത്തർ തുടരുന്നു. ഷഫീദ്, ഏറ്റവും ഒടുവിൽ വന്ന ചില വിവരങ്ങൾ അനുസരിച്ച് 9 കണ്ടെയ്നറുകൾ മാത്രമാണ് ഈ കടലിലേക്ക് വീണതെന്ന് പറയുന്നു. അതായത് പൂർണ്ണമായും കപ്പൽ ഈ കടലിൽ മുങ്ങിയിട്ടില്ല, അത് ചെരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ഈ കമ്പനി അധികൃതരുമായി സംസാരിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. പ്രജന നമുക്കിപ്പോൾ കൺഫേം ചെയ്ത്, അതായത് ഒരു അതോറിറ്റിയുമായി നമ്മൾ സംസാരിച്ച ശേഷം നമ്മൾ കൺഫേം ചെയ്ത് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ കപ്പലിലെ ആളുകളുടെ അപകടനില സംബന്ധിച്ച് കാര്യമായി ആശങ്കപ്പെടാനില്ല എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അപകടമുണ്ടായി തൊട്ടടുത്ത നിമിഷം തന്നെ കപ്പലിലുണ്ടായിരുന്ന ഏതാണ്ട് 7ഓളം പേർ ലൈഫ് ജാക്കറ്റുമായി കടലിലേക്ക് ചാടിയിരുന്നു. അവരുൾപ്പെടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഓൺബോർഡാണ്, അതായത് കപ്പലിൽ തന്നെയുണ്ട്. കപ്പൽ ഈ പൂർണ്ണ അർത്ഥത്തിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് കപ്പൽ നേരെ നിർത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കടലിലേക്ക് വീണത് 9 കണ്ടെയ്നറുകളാണ് എന്നുള്ളതും ഒരു സ്ഥിരീകരിച്ച വിവരമായി പുറത്തു വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ലിക്വിഡ് കാർഗോ ഹാൻഡ്ലിംഗ് എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനം നമുക്കില്ല. അതായത് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ലിക്വിഡ് കാർഗോ ഹാൻഡ്ലിംഗ് നമുക്കില്ല. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്ത് നിന്ന് ഏതെങ്കിലും എടുത്ത് ഏതെങ്കിലും കണ്ടെയ്നർ ആകാൻ വഴിയില്ല. മറിച്ച് ഈ കപ്പൽ സാധാരണഗതിയിൽ ഇങ്ങനെ സെയിൽ നടത്തുമ്പോൾ അവർ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കപ്പലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മറൈൻ ഗ്യാസ് ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതാകാം ഒരുപക്ഷെ കടലിലേക്ക് വീണത് എന്ന ഒരു അതോറിറ്റിയുടെ പേര് നമുക്ക് വ്യക്തമാക്കാൻ വെളിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഒരു അതോറിറ്റി നമ്മളോട് ഇപ്പോൾ പങ്കുവച്ച വിവരമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ മറ്റേതെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഇനി സ്ഥിരീകരിക്കേണ്ടത് കോസ്റ്റ് ഗാർഡ് ആണ്. മാത്രവുമല്ല അതിനനുസരിച്ചിട്ടുള്ള തുടർ നടപടികൾ അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൈക്കൊള്ളുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആളപായം, അതായത് ഈ കപ്പൽ ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടും കാർഗോ കടലിൽ വീണതുമായി ബന്ധപ്പെട്ടും ആളപായമില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന 24 പേരിൽ 7 പേർ അവർ ഈ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് കടലിലേക്ക് ചാടി അവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷപ്പെടുത്തി. ബാക്കി ഉണ്ടായിരുന്നവർ ഓൺബോർഡാണ്. അവർ കപ്പലിലുണ്ട്. കപ്പലിൽ നിന്ന് കടലിലേക്ക് പോയത് 9 കണ്ടെയ്നറുകളാണ്. അതിൽ ലിക്വിഡ് ഹാൻഡ്ലിംഗ്, അതായത് മറൈൻ ഗ്യാസ് ഓയിൽ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഔദ്യോഗികമായി തന്നെ പറയാൻ കഴിയും. ലോ സൾഫർ ഓയിൽ എന്നുള്ളത് തന്നെയാണ്.